കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും തണുവലിയുമീരൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരും നാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ കുട്ടനാടിൻ നീലനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോട് തരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാൻ ചോല പച്ചവള പൊന്നും ചെളിക്കൊലുത്ത് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയ കൊത്തികൾ പകലിലേക്കിനാ കാണും ഒട്ടിടും അനുരാഗക്കരൺ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീലവിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാരൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപറയോ പെണ്ണാളു കൊയ്തുവരും കച്ച നിറപ്പൊലിയാൻ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തൊടിതാളക്കൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും തണുവലിയുമീരൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരും നാവും നാട് നിലതൊലിയേകാമെന്നറിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം ചെയ്താരോ ചെയ്തോ പ്രിയമുള്ളവരെ, മഹാമകമായ മാമകം ആഘോഷിച്ചിരുന്ന മലബാറിന്റെ മണ്ണിൽ അതേപോലെ തന്നെ ഒരു ആഘോഷം കൊണ്ടാടുന്ന മലബാർ വിഷന്റെ ഈ പരിപാടിയിൽ വന്നെത്താൻ കഴിഞ്ഞത് ഏറെ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. സ്നേഹത്തിന്റെ, സൗന്ദര്യത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ വിഭവ സമൃദ്ധമായ പപ്പടം, പഴം, പായസം പോലുള്ള സമ്പത്സരങ്ങൾ, മാസങ്ങൾ, ദിനങ്ങൾ, നിമിഷങ്ങൾ, സെക്കൻഡുകൾ എന്നും എക്കാലവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മലബാർ വിഷൻ ഈ പരിപാടി കേരളത്തിൽ നിറഞ്ഞ് നിൽക്കായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ ഒത്തിരി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ സ്റ്റേഷനിൽ ഒരുപാട് പേര് ഇറങ്ങുന്നു, ചിലർ കയറുന്നു, ചിലർ ടിക്കറ്റ് എടുത്ത സ്ഥലം വരെയും യാത്ര ചെയ്യുന്നു. എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതുമാത്രമല്ല, ഒരു കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ ഓണമായി. ഓണത്തിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ഓണത്തെക്കുറിച്ച് 3 വാചകം എഴുതാൻ പറഞ്ഞപ്പോൾ കുട്ടി എഴുതി വെച്ചത് വന്നോണം, നിന്നോണം, പൊക്കോണം എന്നാണ്. അപ്പൊ കുട്ടി ജയിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ പാസ്സാവും? ഇന്ന് പണ്ടത്തെ പോലെ ഓണക്കളികളില്ല, ഓണക്കാഴ്ചകളില്ല,
ഓണത്തല്ലുകളാണ് കൂടുതൽ നടക്കുന്നത്. ആവറേജ് അല്ല, ബീവറേജ് തല്ലുകളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് തുമ്പി തുള്ളലില്ല. അച്ഛാ തുമ്പി തുള്ളലില്ലല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ പറയാം, തുമ്പി ഒന്നും തുള്ളുന്നില്ല, അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് നിന്ന് തുള്ളുന്നത്. ഓണക്കളികളില്ല, അതായത് ഓണക്കോടികളില്ല, എല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. ആർപ്പോ ഇറോ വിളിയില്ല, എവിടെ നോക്കിയാലും ആർപ്പോ എന്നെ വിടറോ എന്നുള്ള വിളിയാണ്. ഇന്ന് കൈകൊട്ടിക്കളിയില്ല, തിരുവാതിരയില്ല, ഒരുമാതിര കളിയായി, കൈകൊട്ടിക്കളിയില്ല പകരം കൈ വെട്ടിക്കളിയായി, വള്ളംകളിയില്ല പകരം വെള്ളംകളിയായി, പുലികളിയില്ല കൊന്നു കൊലവിളിയായി. കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. പിസയിലെ ഗോപുരം പോലെ, നോത്രദാമിലെ കാസമോദിയെ പോലെ കൂനി ഒരു കാലഘട്ടം. നന്മയും തിന്മയും തമ്മിൽ പോരാടുമ്പോൾ തിന്മ ജയിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാബലി ചക്രവർത്തി നമ്മുടെ കേരളത്തിലൊന്ന് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു കേരളം എന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ അദ്ദേഹം പറയും, ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങടെ തൊങ്കിക്കളി, നാടൻ കളി, നാട്ടിൽ കളി കാണാനില്ലെന്നിപ്പോൾ ഒരു മാതൃ ജാതിക്കളി, ഒരു മാതൃവേഷക്കളി, അങ്ങട് തല്ലി ഇങ്ങട് തല്ലി, നാട്ടിലൂഞ്ഞാലാട്ടമില്ല, പിന്നെ ഓണത്തിനോടുമില്ല, പിന്നെ പൂക്കളം നിൽക്കലും ആർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങടെ തൊങ്കിക്കളി, നാടൻ കളി, നാട്ടിൽ കളി കാണാനില്ലെന്നിപ്പോൾ ഒരു മാതൃ ജാതിക്കളി, ഒരു മാതൃവേഷക്കളി, അങ്ങട് തല്ലി ഇങ്ങട് തല്ലി, നാട്ടിലൂഞ്ഞാലാട്ടമില്ല, പിന്നെ പൂക്കളം തീർക്കലും ആർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. അങ്ങനെ ടിവിയിൽ മാത്രമായിട്ട് ഓണം ഒതുങ്ങുകയാണ്. ടെലിവിഷൻ വാങ്ങാൻ കാശില്ലാത്തവന്റെ വീട്ടിൽ പോലും ടെലിവിഷനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള മലബാർ വിഷന്റെ ഈ പരിപാടികളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് പേര് ഈ ഹാളിനകത്ത് പുറത്തും വീട്ടിലുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു പോകുന്നു. അദ്ദേഹത്തിന് പരാതികൾ ഒരുപാടുണ്ടായി. മലബാർ വിഷന്റെ ഈ പരിപാടിക്ക് ഞങ്ങൾ മാത്രമല്ല, മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ സദസ്സിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഒരു പാട്ടിന്റെ ഈണത്തിൽ മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങളെ, നടന്മാരെ, നടിമാരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മലബാർ വിഷന്റെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇതാ അടി എന്നടി റാക്കം എന്ന പാട്ടിന്റെ ഇടവുമായി മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ കടന്നു വരികയാണ്. മാളൂട്ടി, മാമാട്ടി, മമ്മൂട്ടി, മോഹൻലാൽ, മധുബാൽ, മധുമാമു, ഗോയ, കാവേരി, സൂര്യ, സുകന്യ, സുഹാസിനി, മേനക, ലിസി, മോഹിനി, മേനോ. മാളൂട്ടി, മാമാട്ടി, മമ്മൂട്ടി, മോഹൻലാൽ, മധുബാൽ, മധുമാമു, ഗോയ, കാവേരി, സൂര്യ, സുകന്യ, സുഹാസിനി, മേനക, ലിസി, മോഹിനി, മേനോ. മകേഷ്, മോകേഷ്, ജഗദീഷ്, ഗണേഷ്, സുരേഷ്, ഗോപിരതി, മാമാട്ടി, മമ്മൂട്ടി, മോഹൻലാൽ, മധുബാൽ, മധുമാമു, ഗോയ, കാവേരി, സൂര്യ, സുകന്യ, സുഹാസിനി, മേനക, ലിസി, മോഹിനി, മേനോ. ജലജ, ജഗതി, ജഗന്നാഥൻ, ജയൻ, ജയ ഭാരതി, ജോമോൾ, ജഗതി, സരിത, സംഗീത, ഗീത, സുനിത, സിമ്രാൻ, ശ്രീജ, ശോഭന, ബിജു, മേനോൻ, ബൈജു, ഭീമന്റെ ടോണി, മണി, ബീനാന്തേണി, KPAC, ലളിത, ചാർമിളമാള, ഭീമന്റെ ടോണി, മണി, ബീനാന്തേണി, KPAC, ലളിത, ചാർമിളമാള, ഇന്ദ്രനും പൂർണിമയും പൃഥ്വിരാജു, പിന്നെ മല്ലിക, സുകുമാരനും, ശ്രീദേവി, ശ്രീവിദ്യ, ശ്രീലക്ഷ്മി, ശ്രീനാഥ്, ശ്രീരാമൻ,
ശ്രീനിവാസൻ മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധു മാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലി മോഹിനി മേനോ മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധു മാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലി മോഹിനി മേനോ മാമൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധു മാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലി മോഹിനി മേനോ ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ സുന്ദരി നീ വന്നു ഗസലാ പെണ്ണേ രജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ പെണ്ണേ പെണ്ണിരവും മോഹിക്കും നിന്നെ സുന്ദരി നീ വന്നു ഗസലാ സുറുമ വരച്ച പെണ്ണേ രജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ
റജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ जाए सारा जहां come to me हम बना ले अपनी नई जगह come to me बन जाए सारा जहां come to me हम बना ले अपनी नई जगह एक मैं और एक तू है और हवा में जादू है आरज़ू बेकाबू है समझो सारे बात बाकी वक्त का क्या भरोसा बन के पानी बह जाए कल अगर ना मिल पाए रह न जाए बात बाकी right now है खुशी का समा one time right now हम है इस पल जहां two time भूल जाओ मुस्कुराओ रह न जाए बात बाकी इश्क तो है इश्क तो गले से लगा ले इश्क तो गले से लगा ले इश्क तो गले से लगा ले एक झलक दो तरस गई एक झलक दो तरस गई एक झलक दो तरस गई सामने और थाम ले तेरी इमारत यार वे दीदार दे 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 दीदार ले दीदार दे दीदार दे दीदार दे दीदार ले दीदार दे इश्क तो गले से लगा ले माथे शर्मिंदा जिस्म जा माथे शर्मिंदा जिस्म जा सब जिंदा है हवा कफ्न है सांसें दफन है हवा कफ्न है सांसें दफन है मिट्टी में जिंदा हूँ इसके जिंदा हूँ इसके हाँ जिंदा हूँ इसके माथे शर्मिंदा जिस्म जा माथे शर्मिंदा जिस्म जा सब जिंदा है हवा कफ्न है सांसें दफन है हवा कफ्न है सांसें दफन है मिट्टी मिट्टी Everybody, go. മഴയത്ത് ഒരു പുള്ളിക്കുടച്ചൂടി പങ്കോത്തു പള്ളിക്കൂടത്തിലെത്തിയ നാളു തൊട്ടേ ഞാൻ ചേർത്തെഴുതി വച്ചു എന്റെ കൽപ്പിൻ കടലാസിൽ നീ എന്നും എന്റെ പൊന്നുറസീന വെള്ളം പശി തള്ളിനാലുള്ളിലെഴുതിയത് നീ മായ്ച്ചിടാൻ തുണിഞ്ഞിടേണ്ട എന്റെ രസീന പുള്ളിമഴയത്ത് ഒരു പുള്ളിക്കുടച്ചൂടി
കൂടത്തിലെത്തിയ നാൾ തൊട്ടേ ഞാൻ Everybody, come on. കണ്ണു കച്ചു കളിയിൽ വെച്ചു കച്ചു പിടിച്ചതും കുപ്പി വളക്കയ്യാൽ എന്നെ പിച്ചു പറിച്ചതും ഓഹോ ഓഹോ ഹേ കണ്ണു കച്ചു കളിയിൽ വെച്ചു കച്ചു പിടിച്ചതും കുപ്പി വളക്കയ്യാൽ എന്നെ പിച്ചു പറിച്ചതും മറന്നു പോർത്തു ഞാൻ എന്നെ പേരത്ത് കൊതിച്ചതാ നീ കഴിഞ്ഞു മാറി നടന്നിടേണ്ട എന്റെ രസീന കള്ളക്കടക്കണ്ണിനാലെന്നുള്ളം കവർന്നവളെ നിന്നെ എന്നും എന്നും എന്റെ ദാട്ടും പൊന്നു രസീന പുള്ളിമഴയത്ത് പള്ളിക്കൂടൂടി പണ്ടോത്തു പള്ളിക്കൂടത്തിലെത്തിയ നാള് തൊട്ടേ ഞാൻ Everybody, come on. Thank you. മഞ്ചടിക്കുന്നിന്മേലെ മലർ പള്ളിക്കൂടി നിന്നുള്ളിൽ പണ്ട് മന്ദാരപ്പൂവിനാലേ മഹർമാല ഞാൻ ചാർത്തിയില്ലേ ഓഹോ ഓഹോ മഞ്ചടിക്കുന്നിന്മേലെ മലർ പള്ളിക്കൂടി നിന്നുള്ളിൽ പണ്ട് മന്ദാരപ്പൂവിനാലേ മഹർമാല ഞാൻ ചാർത്തിയില്ലേ മനസ്സുമായി ചേർന്നലിഞ്ഞു വായുന്നാൾ ഇനി എല്ലാ അരുകിലാണ് എന്റെ രസീന മണ്ണിലെനിക്കിണയായി പെണ്ണൊരുത്തിയുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് എന്റെ പൊന്നു രസീന പുള്ളിമഴയത്ത് ഒരു പുള്ളിക്കൂട ചൂടി പങ്കോട്ട് പള്ളിക്കൂടത്തിലെത്തിയ നാൾ തൊട്ടേ ഞാൻ ചേർച്ചയുതി വച്ചു എന്റെ കൽപ്പിൻ കടലാസിൽ നീ എന്നും എന്നും എന്തയാണ് പൊന്തുരസീന വെള്ളം വശി തള്ളിനാളുള്ളിൽ എഴുതിയത് നീ മായ്ച്ചിടാൻ തുണിഞ്ഞിടേണ്ട എന്റെ രസീന മഴയെ കൂടത്തിലെത്തിയ നാൾ തൊട്ടേ ഞാൻ താങ്ക് യു താങ്ക് യു കൊക്കോഴി ചുമ്മാ കൊക്കി പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈയായി വെട്ടി വിഴുങ്ങും ഞാൻ കുട്ടിത്തേവാങ്കേ കോരം കെട്ടിത്തുള്ളാതെ ഇട്ടാവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ അമ്പഴങ്ങ പഴമല്ല ഞാൻ പഴത്തിൻ കുരുവല്ല ഓരക്കണ്ണിന് കീറിക്കുത്തിട്ടാ എട്ടിലെന്ന പിന്നാണി ഞാൻ ഒട്ടിവിട്ടാൽ പോരാണി വട്ടുണ്ടെങ്കിൽ പെട്ടി വെച്ചോടാ പിന്നാരെന്നാരും നോക്കൂല പൊടിപ്പൊക്കിരിയെ വെട്ടം കാണിച്ചാലില്ലം കാണില്ല പക്കാറ്റിപ്പട കുക്കി വിളിച്ചാൽ പുതുമഴ പെയ്യൂല കൊച്ചിപ്പച്ചാളത്തൊരു പട്ടി കുരച്ചാൽ പട്ടം ഞെട്ടില്ല കൊക്കോഴി ചുമ്മാ കൊക്കി പാറാതെ ചില്ലി ഫ്രൈയായി വെട്ടി വിഴുങ്ങും ഞാൻ കുട്ടിത്തെ വാങ്ങേ മോരം കെട്ടിത്തുള്ളാതെ ഇട്ടാവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ എടിചാടിയെടുക്കാതെ മുടി മാടി മയക്കാതെ തട്ടും തടയും കാട്ടി വിരട്ടാതെ തുടി എത്ര തുടിച്ചാലും വെടിപൊട്ടുകയില്ലടിയേ പൊട്ടാതാണ് പൂരം കൊണ്ടാടാ മുരളാനിന് പോയാ വലയിൽ വലിയൂർ നീയൂല മട തേടി മണ്ടട മണ്ട പൊടി മാറ്റി വേണ്ടൊരു കണ്ട തോറ്റോടാ നിന്നിൽ
ചമ്മലൊഴിക്കാൻ കടുകുടുവോ തുമ്മലകറ്റാൻ പൊടിവലിയോ അടിമാപ്പ് പറയടി കാളി കുളമാക്കി മാറ്റിയ വ്യാളി തോറ്റോടാരെന്നെ കിട്ടുള്ള ആരെന്താരും നോക്കൂല പൊടി പോക്കിരിയെ പൊങ്ങച്ചം കാണിച്ചാലില്ല കാണില്ല പച്ചപ്പക്കച്ചിപ്പട കുക്കി വിളിച്ചാൽ പുതുമഴ പെയ്യില്ല കൊച്ചിപ്പച്ചാളത്തൊരു പട്ടി ഉരച്ചാൽ പട്ടം ഞെട്ടില്ല കൊക്കോഴി ചുമ്മാ കൊട്ടിപ്പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈയായി വെട്ടി വിഴുങ്ങും ഞാൻ കുട്ടിച്ചേവാങ്കേ കോലം കെട്ടിത്തുള്ളാതെ ഇട്ടാവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ ഒരേ സമയം ഒന്നിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ആ അശ്വമേധത്തെ ആസ്പദമാക്കി വേദിയിൽ ഞങ്ങൾ ഒരു ഹാസ്യമേധം അവതരിപ്പിക്കുകയാണ്. ഒരു കോമഡി സ്കേറ്റ് ഹാസ്യമേധം. താങ്ക് യു. ക്ഷമയുള്ള മാന്യപ്രേക്ഷകർക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല. കാരണം ഇന്നലെയുള്ള ദിവസങ്ങളിൽ വളരെ തകൃതിയായി മഴ പെയ്തു കഴിഞ്ഞു. ഇത് ഞാനെടുത്ത വ്രതമായിരിക്കാം, നിങ്ങൾ ചെയ്ത മുജ്ജന്മ സുഹൃതമായിരിക്കാം. എന്തായാലും ആകാശം പൊതുവേ രോമാവൃതമാണ്. നമുക്ക് പ്രയാണം തുടങ്ങാം. കളങ്കളം മുഴുവൻ അരുവികളും കുളങ്ങളും പാടശേഖരങ്ങളും വയലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇടനാടികളും ഇടവഴികളുമുള്ള സമ്പൽ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ നമ്മുടെ കൊച്ചുനാട്. പരശുരാമൻ മഴുവെറിഞ്ഞൊപ്പിച്ച വീട്. ദേശാടന കിളികളെ പോലെ പറന്നു കിടക്കുന്ന ദൈവം നമുക്ക് തീർത്ത സ്വപ്നക്കൂട്. ഈ സ്വപ്നക്കൂടിന് ദൈവം ഒരു പേരിട്ടു, ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. സമ്മാന മഴയുണ്ട്, സമ്മാന തോണിയുണ്ട്, മെഗാ സമ്മാന മഴയുണ്ട്. നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുമുണ്ട്. നിങ്ങളെക്കാൾ മുമ്പ് ഈ സമ്മാനം സ്വന്തമാക്കുമെന്നുള്ള പ്രതീക്ഷയുമായി ഒരാൾ പുറത്ത് കാത്തിരിപ്പുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു എൻട്രി ക്വസ്റ്റ്യനിലൂടെ. ചോദ്യം ഇതാണ്: സ്ത്രീകൾക്കത് മുന്നിലാണ്, ആണുങ്ങൾക്കത് പുറകിലാണ്. എന്താണ്? സ്ത്രീകൾക്കത് മുന്നിലാണ്, ആണുങ്ങൾക്കത് പുറകിലാണ്. എന്താണത്? പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. അറിവിന്റെ നിറകുടമല്ലെങ്കിലും മൺകുടമല്ലാത്തൊരു സുഹൃത്തിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു. ദൂരെ നിന്ന് കണ്ടപ്പോ നല്ല പേഴ്സണാലിറ്റി. താങ്ക് യു. അടുത്ത് വന്നപ്പോ വെറും മുനിസിപ്പാലിറ്റി. ചേട്ടൻ നല്ല സെൻസാ. താങ്ക് യു. നോൺ സെൻസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ വരട്ടെ. അല്ല, സാറ് വലിയ ബുദ്ധിയുള്ള ആളാണല്ലോ എന്നാണ് പറയാറ്. അതെ, പുറത്ത് ഒരാളും കൂടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്ത് അയാളും കൂടി ഇങ്ങോട്ട് കയറി വരും. അപ്പൊ അദ്ദേഹം മാത്രമല്ല പുറത്തൊരാളെ കൂട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടി കയറ്റിവിടാം. അദ്ദേഹം കടന്നു വരാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്: പെണ്ണിന് രണ്ടുണ്ട്, ആണിന് ഒന്നേ ഉള്ളൂ. ഈ പുള്ളിയുടെ പെണ്ണെന്ന് പറയുമ്പോൾ രണ്ടുണ്ട്, ആണിന് ഒന്നേ ഉള്ളൂ. എന്താണ്? പെണ്ണെന്ന് പറയുമ്പോൾ രണ്ട് ണ, ആണെന്ന് പറയുമ്പോൾ ഒരു ണ. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. അറിവിന്റെ നിറകുടമല്ല, മറ്റൊരു അലോമിനിയ കുടത്തിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. ഏതായാലും രണ്ട് കൂട്ടുകാരെ, രണ്ട് നാട്ടുകാരെ, രണ്ട് സുഹൃത്തുക്കളെ ദൈവം തന്നിരിക്കുകയാണ്. ഹലോ, സുഹൃത്തുക്കളല്ല, പിന്നെ അച്ഛനും മകനുമാ. അച്ഛനും മകനുമാണ് ഈ വന്നിരിക്കുന്നത്. അച്ഛനാണല്ലേ? മകനാണ്. മോനാണല്ലേ? അച്ഛനാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്റെ ഭാര്യയുടെ മോനാണിവൻ. എന്റെ അമ്മയുടെ ഭർത്താവ്. അപ്പൊ അമ്മ ഇതിന്റെ ഇടയിലുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അതെ. അമ്മ ഇല്ലായിരുന്നെങ്കിൽ അബദ്ധം. ചിലപ്പോ. സ്ത്രീ എന്ന് പറയുമ്പോൾ സുന്ദരിയാണ്, സുശീലയാണ്, എസ്ത്യാനകിയാണ്, ദലീമയാണ്. മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ്. വല്യമ്മയായ സ്ഥിതിക്ക് വല്യപ്പന. അതെ. ഈ മോൻ മാത്രമേ ഉള്ളൂ? അല്ല, ഒരു മോളുണ്ട്. മോളെന്ത് ചെയ്യുന്നു? പഠിക്കല. IAS IPS എഞ്ചിനീയറിംഗ് കിട്ടാനുള്ള പഠിക്കലാണോ? അങ്ങനെയുള്ള പഠിക്കലൊന്നും അല്ല. പിന്നെ 24 മണിക്കൂറും വീടിന്റെ പഠിക്കലാ. പെൺകുട്ടികളെ ഒരിക്കലും വീടിന്റെ പഠിക്കൽ നിർത്തരുത്, വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ തോന്നിയത് കൊണ്ട് അവളുടെ കല്യാണം നിശ്ചയിച്ചത്. എന്നാ കല്യാണം? 26-ാം തീയതി. നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ തന്നെയാണോ വിവാഹത്തിന്? അതെ, അതെ. കല്യാണത്തിന്റെ അന്ന് ലോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ലോൺ വെജിറ്റേറിയൻ എന്ന് കേൾക്കുന്നത്. അതായത് ഈ നോൺ വെജിറ്റേറിയൻ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കും. അതാണ് ലോൺ വെജിറ്റേറിയൻ. മോന് പ്രത്യേകിച്ച് ഹോബി എന്താണ്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ.
അതാണ് ഹോബി. സാറേ വല്ലതും ചോദിക്കാനുണ്ട് എന്നോട് ചോദിക്കും. ചെറുപ്പം തൊട്ട് ഇവരോട് എന്ത് ചോദിച്ചാലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ മടിയാന്നല്ലാതെ വേറൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. താങ്കൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാൻ റബ്ബർ വികസന കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥനാണ്. റബ്ബർ വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനാണ് ഈ ഇരിക്കുന്നത്. റബ്ബർ വികസനം എന്നൊക്കെ പറയുമ്പോൾ റബ്ബർ കയറ്റുമതി, റബ്ബർ ഇറക്കുമതി, റബ്ബർ പാല്, റബ്ബർ ഷീറ്റ്, കോടികൾ ആസ്തിയുള്ള ഒരു അച്ചായനുമായിട്ടാണ് പോരാടാൻ പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഇതൊക്കെ ചെറിയ അല്ലേ. എന്നാലും റബ്ബർ വികസനം എന്നൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല. ഈ ഉത്സവവും പള്ളി പെരുന്നാളും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് റബ്ബർ ഊതി വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും, കൊടുക്കും, 2 രൂപ മേടിക്കും. പിന്നെ റബ്ബർ വികസിപ്പിക്കും, നൂലിട്ട് കെട്ടും, 2 രൂപ മേടിക്കും. ഇതാ പരിപാടി. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയാറ് ബലൂൺ കച്ചവടമെന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ബലൂൺ വിൽപ്പന എന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു ജ്വല്ലറിയിൽ പണിക്ക് പോയി, 1-ാം തീയതി ജോയിൻ ചെയ്തു, അപ്പൊ തന്നെ തിരിച്ചു പോന്നു. ജ്വല്ലറിയിൽ പണി കിട്ടിയിട്ട് എന്തുകൊണ്ടത് തിരിച്ചു പോന്നു? ജ്വല്ലറിയിൽ ജോലിക്ക് 1-ാം തീയതി രാവിലെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുക പണിക്കൂലി ഇല്ലെന്ന്. തൊട്ട് താഴെ വേറെ ഒരു ബോർഡ് പണി കുറവില്ലെന്ന്. അപ്പൊ പണിക്കൊട്ടും കുറവുമില്ല, പണിക്ക് കൂലിയില്ല. പിന്നെ നമ്മൾ പണിയാൻ പോകേണ്ട കാര്യമുണ്ടോ? അത്തരം പണി എടുക്കാതിരിക്കുകയാണ് നല്ലത്. മോൻ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മോനായി പോയി. പോത്തായിരുന്നെങ്കിൽ ഞാൻ പെരുന്നാളിന് വെട്ടിയേനെ. താങ്കൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ജീവിതത്തിലുണ്ടോ? എനിക്ക് സംശയങ്ങളെ ഉള്ളൂ. ചോദിച്ചോളൂ. സംശയങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഞാൻ. ഇതിനു മുമ്പേ നമ്മുടെ ആ മുടി വളർത്തിയ മറ്റേ വിപിൻ ഇവിടെ നിന്ന് പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വിപിന്റെ പാട്ട് ഞാൻ കണ്ടു. ഞാനും കണ്ടു. പാട്ട് മാത്രമല്ല, സിനിമാറ്റിക് ഡാൻസും കൂടിയാണ്. ഉണ്ടായിരുന്നു. അവൻ പൊളഞ്ഞു പാടിയത്. ശരിക്കും സംഗീതം ഉള്ളിന്നാണോ വരുന്നത്? ഉള്ളിന്നല്ല, സവാളയിന്നും വരും. അത് സവാളയെന്നാണോ? ഇത് ഉരുളക്കിഴങ്ങിന്ന് വന്നതാ. ഗ്യാസ് ഇറങ്ങി പോയതാ അല്ലേ സാറേ? അതുപോലെ വേറൊരു സംശയമുണ്ട് സാറേ. ഇപ്പൊ കേരളത്തിൽ എവിടെ നമ്മൾ സഞ്ചരിച്ചാലും ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ ഒരു 5 ആനയുടെ പോസ്റ്ററാ. ആനകളാണ് താരം. ഗുരുവായൂർ കേശവന്റെ പിൻഗാമികളായിട്ട് ഒരുപാട് ആനകൾ. അതെ, പണ്ടൊക്കെയാണ് സിനിമാ താരങ്ങളെ വിളിക്കുള്ളൂ. ഇപ്പൊ ഉത്സവത്തിന് നല്ല തലയെടുപ്പുള്ള ആനയെ വിളിക്കും. ആന വന്ന് പാപ്പാന്റെ തല എടുത്തോണ്ട് പോകും. അങ്ങനെയാണല്ലോ കുറെ നാളായിട്ട്. അപ്പൊ ഈ എല്ലാ ആനകളെ നോക്കിയ ഹിന്ദുക്കളുടെ പേരാണ്. ഗുരുവായൂർ കേശവൻ, പാമ്പാടി രാജൻ, തൃപ്പങ്ങോട്ട് ചന്ദ്രൻ, പട്ടണക്കാട് പുരുഷോത്തമൻ. എങ്ങനെ നോക്കിയാലും എല്ലാം ഇതാണല്ലോ. എന്തുകൊണ്ട് ഈ ആനയ്ക്ക് ക്രിസ്ത്യാനികളുടെ പേരിടാത്തത്? ആനകൾ ഹിന്ദുവായിട്ട് ജനിക്കുന്നില്ല, ഹിന്ദുവായിട്ട് ജീവിക്കുന്നില്ല. വേണമെങ്കിൽ ഗുരുവായൂർ പീറ്റർ എന്നോ, ഗുരുവായൂർ തോമസ് എന്നോ, ഗുരുവായൂർ ഫ്രാൻസിസ് എന്നൊക്കെ ഇടാം. എന്താ ഇടാത്തത്? ഏത് പാത്രത്തിൽ കൊണ്ടുപോയി മാമോദിസ വെക്കും. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളുടെ പേരിടാവല്ലോ. ഗുരുവായൂർ മുസ്തഫ എന്നോ, ഗുരുവായൂർ അസീസ് എന്നൊക്കെ ഇടാം. എന്താ ഇടാത്തത്? കൊണ്ടുപോകൂ. എവിടെ? പൊന്നാനിയിൽ. ഇല്ല, കൊണ്ടുപോകത്തില്ല. അപ്പൊ അതുകൊണ്ട് അത്ര സംശയങ്ങൾ മനസ്സിലിരിക്കട്ടെ. വേറെ എന്തെങ്കിലും? അതുമല്ല, സാറിന്റെ ഓർമ്മശക്തി പരീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദിച്ചോളൂ. സാറ് കല്യാണം കഴിച്ച ആളാണല്ലോ. ഭാര്യ വീട്ടിലുണ്ട്. ഭാര്യ വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ, സാറിന്റെ ഈ ഭാര്യയെ സാറ് പെണ്ണ് കാണാൻ ചെന്നപ്പോ അന്ന് സാറിന്റെ ഭാര്യ എടുത്തിരുന്ന സാരിയുടെ കളർ ഇന്ന് ഓർമ്മയുണ്ടോന്ന്? 25 വർഷം മുമ്പ് നടന്ന കഥയാണ്. അതെ. അപ്പൊ അന്ന് എന്റെ ഭാര്യ ഉടുത്തിരുന്ന സാരിയുടെ കളറാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, 25 വർഷം മുമ്പ് ഭാര്യ ഉടുത്തിരുന്ന സാരിയുടെ നിറം ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ട്രെയിനിൽ തലവെച്ച് മരിക്കാൻ പോകുന്നവൻ വരുന്നത് നേത്രാവതിയാണോ, കുർളയാണോ, നമ്പർ 20 മദ്രാസ് മെയിലാണോ എന്ന് നോക്കാറ്. തലവെച്ച് കൊടുക്കാറാണ്. ഏതായാലും കലാശാസ്ത്രം, സാമൂഹ്യം, സാംസ്കാരികപരമായിട്ട് ബന്ധമുണ്ടോന്നറിയാൻ ചില എൻട്രി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുക. ആരുടെയെങ്കിലും മിമിക്രി ഒരു കഷ്ടം കാണിച്ചാൽ മതി. അത് ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവൻ പുലിയാണ് കേട്ടാ. മമ്മൂട്ടി, മോഹൻലാൽ, നിനക്കൊടുക്കത്തെ ഗ്ലാമർ മറ്റേ ലാല്, പേഴ്സണലായിട്ട് പറയാം. ലാലു അലക്സ്, തിലകൻ. മുടി മുന്നിലേക്കിട്ടാൽ അന്യൻ, പിന്നിലേക്കിട്ടാൽ പന്യൻ. മുന്നിലേക്കും പിന്നിലേക്ക് വിട്ടില്ലെങ്കിൽ ശൂന്യൻ. ഇനി ഒരു സീൽക്കാര ശബ്ദമാണ്. ഇതാരുടെ ശബ്ദം? തിരിച്ചറിയുക. അതാരാ? വളരെ ആലോചിച്ച് മറുപടി പറയുക. ഇതാരുടെ ശബ്ദം? അപ്പൊ ഷക്കീല. ഷക്കീല. മടിയനാണെങ്കിലും മകനറിയാം ഷക്കീലയുടെ ശബ്ദം. ഷക്കീലയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? ഷക്കീല, രേഷ്മ, സിന്ധു, മറിയ, ഇവരൊക്കെ എനിക്കറിയാം. അപ്പൊ ഏതായാലും വന്നിരിക്കുന്നവർ നിസ്സാരക്കാരല്ല, വളരെ സാധാരണക്കാരാണ്. ഉഗ്രമായ ഒരു പോരാട്ടം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇവർ രണ്ടുപേരും വിജയിക്കട്ടെ. കലയിൽ മാത്രമല്ല, സ്പോർട്സിൽ ഒരു മിടുക്കനാണ്. സ്പോർട്സിൽ മിടുക്കനാണെന്നാണ് പറയുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പി.ടി. ഉഷ എന്തിനാണ് സ്വർണം വാങ്ങിച്ചത്? പി.ടി. ഉഷ എവിടെ പോയി, എന്തിൽ മത്സരത്തിൽ പങ്കെടുത്താണ് സ്വർണം വാങ്ങിച്ചത്? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. പി.ടി. ഉഷ ഒളിമ്പിക്സിൽ പോയാണ് സ്വർണം വാങ്ങിച്ചത്. എന്തിനാണ് സ്വർണം വാങ്ങിച്ചത്? എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഇത്രയും ജ്വല്ലറിയുള്ളപ്പോൾ ഈ പെണ്ണുമ്പോൾ ഒളിമ്പിക്സിൽ പോയി സ്വർണ്ണം മേടിച്ചത് എന്തിനാണ്? ഇവിടെ ഏതെങ്കിലും ജ്വല്ലറിന്ന് മേടിച്ചാൽ മതി. ഇത്രയേ മേടിച്ചുള്ളൂ. ആ വണ്ടിക്കോച്ചുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ സ്വർണ്ണം മേടിക്കാറുന്നല്ലോ. ഞാനൊരു ചെറിയ ക്ലൂ തരാം. പി.ടി. ഉഷ ഏത് ഇനത്തിലാണ് മത്സരിച്ചെന്നുള്ളതിന്, ഏത് ഇനത്തിലാണ് മത്സരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്ലൂ തരാം. സാർ ഒരു ക്ലൂ താ. ഞാൻ പറയാം. ചാക്കിലിട്ടോട്ടം. ചാക്കിലിട്ടോട്ടം അല്ല. സുന്ദരിക്ക് പൊട്ടുകുത്തൽ. പി.ടി. ഉഷ. പി.ടി. ഉഷ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ. ഇനി ഞാനൊരു ക്ലൂ തരാം. എന്നൊരു ക്ലൂ താ. താങ്കളും താങ്കളുടെ കൂട്ടുകാരും കൂടി ഇരുന്ന് ചീട്ട് കളിക്കും. പെട്ടെന്ന് പോലീസ് വരുന്നു. എന്ത് സംഭവിക്കും? ഓടും. ഓട്ടം. ഓട്ടം. ഇനി പറ, പി.ടി. ഉഷയ്ക്ക് എന്തിനാണ് സ്വർണം കിട്ടിയത്? ചീട്ടുകളി. വളരെ സന്തോഷമുണ്ട്. വളരെ ബുദ്ധിരാക്ഷസനാണ് ഈ വന്നിരിക്കുന്നത്. എനിക്ക് ഒളിമ്പിക്സ് അല്ല, ക്രിക്കറ്റുമായിട്ടാണ് എന്റെ ബന്ധം. ക്രിക്കറ്റുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ഈ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഞാൻ കണ്ടു. ഏറ്റവും വേഗതയുള്ള ക്രിക്കറ്റ് കളിക്കാരനാണ് ഇന്ത്യൻ ടീമിൽ. അത് ഇന്ത്യൻ ടീമിലെ ഏറ്റവും വേഗതയുള്ള ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ ഏറ്റവും വേഗതയുള്ള കളിക്കാരൻ എന്ന് പറയാൻ കാര്യം എന്താണ്? ഇങ്ങോട്ട് വരുന്നേം കാണാം, അപ്പൊ തന്നെ ഔട്ടായി പോകുന്നേം കാണാം. അതുകൊണ്ടാ പറഞ്ഞത്.
താങ്ക് യു. എന്തായാലും ഇന്ത്യയുടെ ബാറ്റിംഗും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം കൂടി ഒന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ബോൾ ചെയ്യും, ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ബോൾ ചെയ്യും. അതെനിക്കറിയാം, ഇവർക്കും അറിയാം. അതല്ല അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്നു, ഇന്ത്യ ബോൾ ചെയ്യുന്നു, ഒറ്റ അടിയാണ് 6 കിലോമീറ്റർ അപ്പുറം പോയി കിടക്കും. എന്ത് പന്ത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ബോൾ ചെയ്യും, ഒറ്റ ബീച്ചാണ് 6 കിലോമീറ്റർ അപ്പുറം പോയി കിടക്കും. പന്തല്ലേ? അല്ല, സ്റ്റംപ്. അങ്ങനെയാണ് ഇവർ കളിച്ച് പഠിച്ചേക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ക്രിക്കറ്റ് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. കളി തുടങ്ങിക്കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ എണീറ്റ് പോകരുത്, തിരിച്ചു വരുമ്പോൾ കളി തീർന്നിട്ടുണ്ടാവും. താങ്ക് യു. ഏതായാലും സന്തോഷമായിരിക്കുന്നു. ഇനി നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. എത്ര ശതമാനം? ഒരു 100%? 100 ഒരു 150 അത്രേ ഉള്ളൂ. മോന് ജയിക്കുമെന്നുള്ള എനിക്ക് ബാക്കി എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മടിയ. അപ്പൊ ഏതായാലും രണ്ടുപേരും ജയിക്കട്ടെ എന്നുള്ള ഊഷ്മളമായ പ്രാർത്ഥനയോടുകൂടി രണ്ടുപേർക്കും ഈ മത്സരത്തിലേക്ക് ഹാർദമായ സ്വാഗതം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഫീമെയിൽ? നോ. ഇസ്മയിൽ? നോ. നമ്പർ 20 മദ്രാസ് മെയിൽ? നോ നോ നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്? ഇല്ല. ഇല്ല. ഉണ്ടില്ല. തരും. അദ്ദേഹം ശക്തിമാനെ പോലെ ശക്തിയുള്ള ഒരാളാണ്. പഴയ പോലെ അല്ലെങ്കിലും ഉണ്ട്. സൂപ്പർമാനെ പോലെ പാന്റ് ഇട്ടതിന് ശേഷം ജെട്ടിയിടാറുണ്ടോ? ജെട്ടിയൊന്നും പുള്ളി കണ്ടിട്ട് പോലുമില്ല. പോകുന്നു. അണ്ടകടാകത്തിൽ ആണ്ടുപോയെങ്കിലും നാഴികമണിയുടെ പെൻഡിലുമെങ്കിലും കുണ്ടുതമ്മിലുടെ മണ്ടയിലെന്ന് പാടിയ നെഞ്ചത്ത് കുഞ്ചൻ തമ്പിയാരെ പോലെ അദ്ദേഹം ശാസ്ത്രജ്ഞനാണോ? അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? സമയം കളയണ്ടേ? അങ്ങനെ വെറുതെ സമയം കളയരുത്. എനിക്ക് കോഴിക്കോട് വരെ പോകാനുള്ളതാ. ഭാരതീയൻ? യെസ്. ഇന്ത്യൻ? നോ. മധ്യ തിരുവിതാംകൂറുകാരനാണ്? മനസ്സിലായില്ല. ഐ മീൻ മദ്യം കഴിക്കുന്ന ആളാണോ? ഞാൻ ചെറുത് കഴിക്കുന്ന ആളാ. സീസർ അടിക്കും, ഓസിയർ അടിക്കും, ഓപ്പിയാർ അടിക്കും, ബോറടിക്കുമ്പോൾ ബാറി കയറി ബീർ അടിക്കും. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു ചെറുത് കഴിച്ചിട്ടുണ്ട്. എന്തടിച്ചത്? സീസ്ര. ഒന്ന് ഊതിക്കേ. ഓപ്പിയാർ. എന്തിനെന്നാണ് പറയുന്നു? ഈ ഷോ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിരിവിട്ടടിക്കാം. എ ക്വാർട്ടർ ബ്രേക്ക്. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപ്പികളാൽ എഴുതപ്പെട്ട ഒരുപാട് നാമങ്ങൾ പല മത്സരാർത്ഥിയുടെ മുമ്പിൽ ഞാൻ നിരത്തി നിവർത്തി വെച്ചിട്ടുണ്ട്. അതിലൊരു നാമം ഒരിക്കൽ കൂടി ഉരുവിടുകയാണ്. ഡോക്ടർ B.R. അംബേദ്കർ. 50 ഏക്കറില്ല. കോട്ടയത്ത് ഒരു 4 സെന്റ് സ്ഥലമുണ്ട്. യൂറോപ്പ് ഭൂഖണ്ഡവുമായിട്ട് ബന്ധമുണ്ടോ? കണ്ടമില്ല, റബ്ബർ വെച്ചിരിക്കുക. ഏഷ്യക്കാരൻ? ദേശീയക്കാരനൊന്നുമല്ല, ശാന്ത സ്വഭാവം. എപ്പോ കണ്ടാലും എന്റെ അപ്പനെ വിളിക്കും. പിടികിട്ടാപ്പുള്ളി, ഗതികിട്ടാപ്പുള്ളി, നോട്ടപ്പള്ളി, അങ്ങനെ ഒരു പുള്ളിയാണ്. ആളൊരു പുള്ളിയാണ്. ആളൊരു പുള്ളിയാ. മോന്റെ മനസ്സിൽ എന്തെങ്കിലും ആശയങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് കഷ്ടപ്പെടാം. മടിയാ. സാറേ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ നിറമാണല്ലോ അപ്പുറത്തെ വീട്ടിലെ സൈതാലിയുടെ സ്വഭാവമായി ചെറുക്കന്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്റെ ഒരു കയ്യിൽ അറിവും മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും വെച്ച് തന്നാൽ താങ്കൾ ഏത് സ്വീകരിക്കും? എങ്ങനെ? എന്റെ ഒരു കയ്യിൽ അറിവും മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും വെച്ച് തന്നാൽ താങ്കൾ ഏത് സ്വീകരിക്കും? ഞാൻ 1 ലക്ഷം രൂപ എടുക്കും. ഞാനായിരുന്നെങ്കിൽ അറിവേ സ്വീകരിക്കുമായിരുന്നു. അതങ്ങനെയാ. എനിക്കില്ലാത്തത് ഞാൻ എടുക്കും, സാറിനില്ലാത്തത് സാർ എടുക്കും. പോലീസുമായിട്ട് പിടിപാടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? മനസ്സിലായില്ല. ഐ മീൻ പോലീസ് പിടിച്ചപാട് മുതുകത്തോ കവളത്തോ എവിടെയെങ്കിലും ഉണ്ടോ? കാണും. കയ്യിലിരിപ്പ് അതാണല്ലോ. കുടുംബത്ത് കേറ്റാൻ പറ്റാത്തവനാണ്? കുടുംബത്ത് കയറ്റാൻ പറ്റാത്തവനാണ്. 21 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഒരു ഉത്തരം മാത്രം. പെട്ടെന്ന് തീർക്കണേ, കോഴിക്കോട് വരെ പോണ്ട. പാലക്കാട് കണ്ടവന് കാട് വേണമെന്നില്ല, മലപ്പുറം കണ്ടവന് പുറം വേണമെന്നില്ല, ആലപ്പുഴ കണ്ടവന് പുഴ വേണമെന്നില്ല. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? അവസാന ചോദ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. താങ്കൾ മനസ്സിൽ വിചാരിച്ച ആ വൃത്തികെട്ട മനുഷ്യനാരാണ്? എന്റെ അച്ഛൻ. താങ്കൾ അച്ഛൻ അത്രയ്ക്ക് പ്രശസ്തനാണ്? എനിക്കറിയത്തില്ല. അച്ഛനാരാണെന്ന് മകൻ അറിയില്ലേ? അല്ല, അച്ഛനാരെന്ന് എനിക്കറിയത്തില്ല, എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എന്റെ അമ്മാവന്മാർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ നള്ളി ചേച്ചി പറഞ്ഞത്, മോനെ ഭൂലോക വിശേഷം മുഴുവൻ അറിയാവുന്ന ഒരു ചേട്ടൻ ചാനലിൽ പരിപാടി നടത്തുന്നുണ്ട്, അവിടെ പോയി 21 ക്ലൂ കൊടുത്താൽ മതി, പുള്ളി കണ്ടുപിടിച്ച് തരും. അമ്മ പറഞ്ഞു തന്നത് 21 ക്ലൂ. അറിയാമെങ്കിൽ പറയാതാ എന്റെ അച്ഛൻ. അച്ഛനില്ലാത്ത മക്കളുടെ അച്ഛനെ തേടിയുള്ള പ്രയാണം ഞങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുകയാണ്. എ ഫുൾ ബ്രേക്ക്. ഈ മത്സരത്തിൽ ഞാൻ തോറ്റതിന്റെ സങ്കടം എന്റെ മുഖത്തില്ല, ജയിച്ചതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തുമില്ല. എന്താണ് ഇപ്പോഴും ഒരു സന്തോഷമില്ലാത്തത്? ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ സാറേ? ആണായിട്ടും പെണ്ണായിട്ടും ഒരു ചെറുക്ക് നിൽക്കുന്നുണ്ടോ? ജനിച്ച് സംസാരിക്കാൻ തുടങ്ങി അന്ന് മുതൽ എന്ത് ചോദിച്ചാലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ മടിയാ, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ മടിയാ എന്നല്ലാതെ വേറൊന്നും ഇവൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സാർ വലിയ ബുദ്ധിയുള്ള ആളല്ലേ, എന്തെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് ഇവന്റെ മടി മാറ്റിത്താ. എനിക്ക് കിട്ടിയ 100 പവൻ സ്വർണം ഞാൻ സാറിന് തന്നേക്കാം. ഈ മകന്റെ മടി മാറാൻ ഒരു ഉപായമേ ഉള്ളൂ. കളരി, കരാട്ടെ, ജൂഡോ, ഫുട്ബോൾ, വോളിബോൾ അങ്ങനെ ഏതെങ്കിലും മേഖലകളിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ മകന്റെ മടി മാറാൻ സാധ്യത കൂടുതലാണ്. ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവൻ കളിച്ചില്ല. എന്താ മോനെ കളിക്കാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. എനിക്ക് മടിയാ. പൈങ്കിളി മാസികൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ മേടിച്ച് വായിച്ച് ഞാൻ ക്ഷീണിച്ചതല്ല, ഇവൻ വായിച്ചില്ല. എന്താ മോനെ വായിക്കാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. എനിക്ക് മടിയാ. സാറിനറിയാവോ, ഞാനൊരു അച്ഛനല്ലേ, ചെയ്യാവുന്ന കാര്യമല്ല. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തല്ലി സാറേ. തല്ലിയ നന്നാമത്തെ പിള്ളേരെ സാർ കണ്ടിട്ടുണ്ടോ? കുട്ടികളെ തല്ലരുത്. കുട്ടികൾ വീടിന്റെ വിളക്കാണ്.
വിളക്കാണെന്ന് കരുതി പവർ കെട്ട് നേരത്ത് മണ്ണെണ്ണൊഴിച്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്യരുത്. നന്നാവാൻ വേണ്ടി തല്ലുന്ന സാറേ. കുട്ടികളെ നമ്മളായിട്ട് തല്ലരുത്. പിന്നെ കൊട്ടേഷൻ 2000-ഓ 3000-ഓ രൂപ കൊടുത്താൽ മതി, ഒരു മാന്യമായി വന്ന് തല്ലിട്ടിട്ട് പോയിക്കോളൂ. അയ്യോ, മട്ടാഞ്ചേരിയുള്ള പിള്ളേർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അവര് വന്ന് ചകരി തല്ലുന്ന പോലെ തല്ലി, ഇവൻ തിരിച്ച് തല്ലിയില്ല. എന്താ മോനെ തല്ലാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടി. ഏതായാലും ഇവന്റെ മടി മാറാൻ ഒറ്റ ഉപായമേ ഉള്ള ഒരു അച്ഛനെ എഴുതിക്കൊണ്ട് പറയാനും പാടില്ലെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരു പെണ്ണിന്റെ ജീവിതം തൊലഞ്ഞാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുക. ഇവൻ കഴിക്കത്തില്ല സാറേ. അയ്യോ അപ്പ കല്യാണോ, എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പിള്ളേരും മടി മാറി. അയ്യോ തകർന്ന്. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ സന്തോഷം വളരെ ആധിക്യത്തിലെത്തിയിരിക്കുകയാണ്. എന്തായാലും എടാ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നീ എന്നെ വീഴ്ത്തിയാൽ ആദ്യ രാത്രി മോനെ ഏതായാലും കല്യാണം കഴിക്കാൻ തയ്യാറാണോ? കല്യാണം കഴിപ്പിക്കുന്ന കൊള്ളാൻ 2 പിള്ളേരുള്ള തള്ള മതി. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി ഇശുക്കടലിന്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി കുസുമത്തെ പൂവിനെ തേടും വണ്ടായി സുലൈഖയും കൂടിപ്പുണരുവാൻ തക്കം പാർത്ത് സുമുഖിയും ഇശലിന്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ നൃത്തില്ലനോ രാഗം രാഗം പാടി കുയിൽ പോലെ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി. ആശിച്ച പോലില്ല യൂസുഫിലും പ്രേമാനന്ദം, അതുകൊണ്ട് പൂവിയിൽ പൂകിവോ പിന്നാശാഭംഗം. ദേശുന്നിടയ്ക്കൊരു വേലയില അസീസുമേ പ്രേമത്തിൻ്റെ അമ്പ് കുറിച്ച് യൂസുഫിൻ താനുമേ. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി.
മറിയറിയേ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി ഇശുക്കടലിന്റെ ഓസവോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് ഇന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി ഇശുക്കടലിന്റെ മോസവോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് ഇന്നിത്തിളങ്ങി വിളങ്ങും ദീനത്തൊളി രാജാത്തി നീയില്ലാതെ ഞാനില്ല മണ്ണിൽ എന്നും നിനക്കായി പാടാം എന്നെ നിനക്കായി നൽകാം മാ എന്ന അക്ഷരം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എത്ര തവണ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മാ എന്ന അക്ഷരത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് തുടങ്ങി വളരെ വേഗത്തിൽ അക്ഷരസ്ഫുടമായി സംസാരിക്കുന്ന ഒരു ഇനമാണ്. ശ്രദ്ധയേറിയ വീക്ഷണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ മായുടെ കഴിവുകളെ കുറിച്ച് ആരംഭിച്ചോളൂ. മാ എന്ന അക്ഷരത്തിന്റെ മഹാത്മത്തെക്കുറിച്ച് മലയാളികളോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അമ്മ, ഉമ്മ, അമ്മുമ്മ, മായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ, അങ്ങനെ മൊത്തത്തിലുണ്ട് മാ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെല്ലാം തന്നെ മായാണ്. മാറാനല്ല, മുതുക, മസ്തിഷ്കം, മുടി, മൂക്കം, മുട്ടു, മനസ്സ് എല്ലാം തന്നെ മായാണ്. മായുടെ മഹാത്മത്തെക്കുറിച്ച് മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം, മരമില്ലെന്നായ പിന്നെ മഴയില്ലാതായി മാറും, മഴയില്ലെന്നായ പിന്നെ മണ്ണിട മോശം, മരങ്ങളെ മുറിക്കുന്ന മരം കൊള്ളക്കാരെ കണ്ടാൽ മാനുഷാത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തിയണം. മരങ്ങളെ ലാളിക്ക് വേണം, മരങ്ങളെ വളർത്തണം, മരമഹോത്സവത്തെ നാം മറക്ക് വേണമെന്നല്ല മാനിക്ക് വേണം. മരമൂട്ടിലിരുന്ന് മനനം ചെയ്തപ്പോഴും മനുഷ്യനാം സിദ്ധാർത്ഥനും
മഹാത്മായിട്ട് മാറിയത്. അപ്പൊ മണ്ണും മഴയും മനുഷ്യനും മഹാത്മാക്കളുമുള്ള മാബന്ധം നോക്ക്. എം എൻ മേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നു. അതുപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു. എം എ എല്ലേ വയ്യ എല്ലേ മലയാളം. ഇതേപോലെ എത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും ആയിലും മുഖാമുഖം മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാംഗോ മെലൻ മാരേജ് മന്ത് മന്ത്ര മൈൻഡ് മാർക്ക് മെഡിസിൻ. ഇതിന്റെയൊക്കെ മലയാളം നോക്കും. മാൻ മനുഷ്യൻ മജീഷ്യൻ മാന്ത്രിക മാങ്കോ മാങ്ങ മെലൻ മത്തങ്ങ മൈൻഡ് മനസ്സ് മന്ത് മാസം മാർക്ക് മുദ്ര മെഡിസിൻ മരുന്ന്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മൊഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. മലയാള സിനിമയെ കുറിച്ച് പറ. മലയാളം എന്ന് പറഞ്ഞതിന്റെ തുടക്കം കൊണ്ടിരുമ, സിനിമ എന്ന് പറഞ്ഞതിന്റെ അവസാനം കൊണ്ടിരുമ, സിനിമയുടെ സംഘടനയെ അമ്മയിലുണ്ട് കെട്ടിപ്പിടിച്ചമ്മ. സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാ താരം. മാധവനായി മധ്യവയസ്കരായും മാതൃക പുരുഷനായി മദ്യപാനിയായി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞളി വിരിഞ്ഞ മലയിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂന്നുമായുള്ള മമ്മൂട്ടി ഒരുമായുള്ള മോഹൻലാലോട് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന രണ്ട് മെഗാ താരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകാരക്കാരി മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുബാൽ മധുമോഹിനി മാധവൻ മധുബാല മാധുരി മാധവി മന്ദാകിനി മണിരത്ന മനുഷ്യ 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 കുരുള മമത ഉൽക്കർ മനോജ് മഞ്ജുള മഞ്ജു മഞ്ജു വാര്യർ മേനക മനശ്രമണി പിള്ളരാജു മീനാമിനി മിമ്മിനി മാള മാമുക്കയ മോഹൻലാൽ മോഹൻരാജ് മകേഷ് മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മതിൽ മച്ചാമ്പറി സൂര്യത്തിലേക്കുന്നു മകാര മനോഹരമായ മാക്കാരി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. ധൈര്യമുണ്ടെങ്കിൽ 3 മതങ്ങളെ പറ്റി പറ. 3 മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിക സ്ഥാപിച്ച മാമോദിസ മുഖ്യ മതക്കാരാണ്. മിശികായിക്കാണ് ഏറ്റവും കൂടുതൽ മാബന്ധം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റനേകം മഹാന്മാരുണ്ടെങ്കിലും മിശികായ്ക്കുള്ള മാബന്ധം മറ്റാരെക്കാളും മറികടക്കാൻ വേണ്ടി മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. മകളാമണികളിൽ മാണിക്കമുത്തായ മറിയത്തിന്റെയും മരിയാശ്ശേരി ഔസേപ്പിനെയും മകനായി മാറ്റുന്നൊഴുത്തിൽ മനുഷ്യാവതാരം എടുക്കുമെന്നുള്ള മംഗളവാർത്ത മാലാക മറിയത്തോടും ഒഴിയുന്ന മകനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായയുടെ മർമായം ആരംഭിക്കുകയായി. ഇനി നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണി പടയാളിയായിട്ട് മുന്നേറുന്നവരാണ് ആയല്ല മുഹമ്മദ് നബി കഴിഞ്ഞ് മുത്തനബി മുസനബി മുത്രസൂല് മൗലബി മുല്ലാക്ക മുക്രി അങ്ങനെ പോകുന്ന മകാര മനോഹരമായ മാക്കാരി. മാപ്പിളപ്പാട്ട് എഴുതിയ മൊയ്തിയും മൗലബി മകാരക്കാരനാണ്. മകാര മനോഹരമായ മെക്കയും മദീനയും മായുടെ മലർക്കാവിൽ മുട്ടിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ മായാണ്. മലപ്പുറം മഞ്ചേരി മട്ടാഞ്ചേരി മഞ്ചേശ്വരം മാഹി മൂവാറ്റുപുഴ. മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങളെല്ലാം തന്നെ മായാണ്. മണിയറ മണിമര മുഹബത്ത് മുസീബത്ത് മഹർ മക്ക മയ്യിലി മോസ്ക് മദ്രസ മജ്ലിസ് മർക്കസ് മഗ്രീബ് എല്ലാം തന്നെ മായാണ്. ഇനി നമുക്ക് മുഖ്യമതമായ ഹൈദ മതത്തിലേക്ക് ഒന്ന് മലക്കം അറിയാമെന്ന് പറഞ്ഞാലുണ്ട് 2 മാ. ഇവൻ ഏകദേശം മായയെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന ആരാണ്? ആയല്ല മഹാവിഷ്ണു കഴിഞ്ഞ മഹാലക്ഷ്മി മഹേശ്വരൻ മഹേശ്വരി മുക്കണ്ണൻ മുസ്ലാധരൻ മാരിക്കാർവർണ്ണൻ മഴമേഘവർണ്ണൻ മംഗളാദേവി മദ്രമീനാക്ഷി മുകുന്ദൻ മാധവൻ മുരാരി മാരുതി മാന്ത്രി മുത്തപ്പം മുതൽ മാവേലി വരെ എത്തിയിരിക്കുന്ന മകാര മനോഹരമായ മലയാള ഹൈന്ദവ നാമങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മുഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. ചുണയുണ്ടെങ്കിലും ആ പ്രസിദ്ധീകരണങ്ങളെ പറ്റി പറ. 4 മായുള്ള മാമൻ മാപ്പിളയാണ്. 3 മായുള്ള മലയാള മനോരമ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. 1 മായുള്ള കേശവ മേനോനാണ് മാതൃഭൂമി എന്ന പത്രത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ 2 മാപ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല മലയാള നാട്ടിൽ മിന്നിത്തിളങ്ങുന്നത് മറുനാട് മലനാട് മാമലനാട് മലയാള നാട് മലയോര ദേശം മലബാർ ദേശം മറുനാടൻ മലയാളി മംഗളം മനോരമ മാതൃഭൂമി മാതൃരാജ്യം മംഗളാരത്നം മാമ്പഴം മാമാങ്കം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മൊഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. കണ്ടിട്ടുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്. ഇവനെ പോലെ ഏ സിനിമകളല്ല. ഞാൻ കണ്ടിട്ടുള്ള ആ സിനിമകൾ പറയാം. മുതലാളി മായാവി മുടിയനായ പുത്ര മാനേശ്വരി വിശ്വാമിത്ര മനുഷ്യൻ മനോങ്ങൾ മറ്റൊരു കരണൻ മുരുടൻ മാർത്താണ്ഡർമ്മ മലമുകള ദീപം മംഗലം വീട്ടിൽ മാനശീശ്വരത്തം മഹാനഗരത്തിൽ മയൂർ നൃത്തം മേലേപ്പരമ്പിലാൻ വീട്ടിൽ മഴയെത്തുമ്പോൾ ഇതിന് മണ്ണിന്റെ മുകളിൽ മണിമാണിക മണി എന്ന് പറയും. 3 മാസങ്ങൾക്ക് മുമ്പ് മനോത്സവം മത്സരങ്ങൾ മഴവിൽക്കാവടി മഴവിൽ കൂടാനും മാൻ ഓഫ് ദി മാച്ച് മുക്കിലത്ത് മുറുമുക്കൻ രാജാവ് മുദ്ര മാൻപട മടപാടി മൂടുപട മണിയറ മാമംഗം മാനവധർമ്മം മാന്യമഹാജനങ്ങളെ മാതൃമയ്ക്ക് വേണ്ടി മഴിയർ മുറിച്ച് മണിച്ച് പുറന്നപ്പോൾ മിസ്ബാമിൽ മാമലക്കപ്പുറത്ത് മഴ പെയ്യുന്നു മതലം കൊട്ടുന്നു മന്ത്രമാളികയിലെ മനസമ്മതം മാസ്മരം മൂർക്കൻ മിമിക്സ് പരടങ്ങനെ മഹാസമുദ്രമായി കിടക്കുന്നു മലയാള സിനിമ. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെ മായാണ്. മത്സ്യം മാംസം മീൻ മുട്ട മലക്കറി എല്ലാം തന്നെ മായാണ്. കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മായില്ലെങ്കിലും മലയാളികൾ വിഷമിക്കരുത്. മായം കലർന്ന ആഹാര പദാർത്ഥമാണ് നമ്മൾ ഡെയിലി വെട്ടിവലിച്ച് വാരി വലിച്ച് 3 നേരം തിന്നും. സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലുണ്ട് 2 മാ. നമുക്ക് മതിയാക്കാമെന്ന് പറഞ്ഞതിന്റെ തുടക്കമുണ്ട്. സമയമില്ല. സമയത്തിന്റെ ഇടയിലുണ്ട്. മടുത്തു എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് കഷ്ടമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ദൈവമേ എന്ന് പറഞ്ഞതിന്റെ അവസാനമുണ്ട്. മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര സമാധാനത്തിന്റെ ഇടയിലുണ്ട്. മതിയായി എന്ന് പറഞ്ഞതിന്റെ തുടക്കം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ മലബാർ വിഷന്റെ മലബാറിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനം മൈക്കോഫിയാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ മുട്ടുകാലി കയറ്റാൻ പറഞ്ഞതിലുണ്ട്. പൈശാചികമായി ഇവൻ പറഞ്ഞതിലുണ്ടൊരു മുഴുത്തമാ മാപ്പെന്ന് പറഞ്ഞതിലുണ്ട്. വലിയ ഇവൻ കരയുന്നത് വരെ മകാര ശബ്ദത്തിലാണ്. അതിൽ മാ ലയിച്ചു കിടക്കുകയാണ്. 56 അക്ഷരങ്ങളിൽ ഏറ്റവും മഹത്തായ അക്ഷരമാണ് മലയാളികളായ മക്കളെ മാ. ഇനി നിനക്ക് എന്തെങ്കിലും ഒഴിയാനുണ്ടോ? അതിലില്ല മാ.
உடம்பு குச்சி நினைச்சேன் கனவில் எட்டி எட்டி பார்த்தேன் அதனால் புடிச்சேன் மேகம் மேகம் தூரம் போகட்டும் போகும் போதே தூரம் போடட்டும் மேகம் மேகம் தூரம் போகட்டும் போகும் போதே தூரம் போடும் நெருப்பை சிக்கி முக்கி நெருப்பே இதமா ஒத்தட கொடுப்பேன் மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பேன் தினமும் ஒன்ன நினைச்சு உடம்பு குச்சி நினைச்சேன் கனவை எட்டி எட்டி பார்த்தேன் அதனால் புடிச்சேன் நெருப்பை சிக்கி முக்கி நெருப்ப இதமா பொத்தட கொடுப்ப மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்ப தினம் ஒன்ன நினைச்சேன் உடம்பு குச்சி கிடச்சேன் கனவில் எட்டி எட்டி பார்த்தேன் அதனால் பொழைச்சேன் അടിതടകൾ പഠിച്ചവനല്ല വീരനുമല്ല കൊടുമുടികൾ കടന്നവനല്ല കേമനുമല്ല പാടുന്ന വേലയ്ക്ക് പോകുന്ന തലനി ചോറുന്ന കൂരക്ക് നേരിന്റെ കുടനി ജന്മത്തിനുത്തരം നീ എങ്ങോ മാഞ്ഞു പോയ തലവറ നീ. Come on, sing everybody. തല. One more. Everybody. തല. Come on, sing. One more. Come on, clap! Everybody!
പച്ചമുറുക്ക് തപ്പുകളും തകിലുകളും പൊറുതി മുറുക്ക് കുത്തഴിയും നാളുകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങ പറഞ്ഞൊരു തീരത്തെ പറഞ്ഞിറങ്ങ പറക്കുമി ലോകത്തെ വിലക്കെടുക്ക ഇറങ്ങുക ഒഴുകുക നിറങ്ങുക ഇന്നലെ நம்பியிருங்களே நாளை நமதே இந்த நாளும் நமதே தர்மமுலகிலே இருக்கும் வரையிலே நாளை நமதே இந்த நாடும் நமதே. தாய் வழி வந்த அங்கங்கள் எல்லாம் ஓர் வழி நின்று நேர் வழி சென்றால் நாளை நமதே ஆறுங்கள் இன்னும் கோடைகள் மலரும் வாய்க்கனியா நமக்கென வளர்த்து நாளை நமதே நாளை நமதே இந்த நாளும் நமதே நாளை நமதே இந்த நாளும் நமதே मस्ती भरी रात है सारी दुनिया का भी साथ है छीने खोले ले मसाला होना है हमसे तो सारे मसे जिंदगी का सारा मसे सटनार 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 അന്തിക്കടപ്പുറത്തോരോല കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണ ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തിരകളല്ല ചമ്മാനം വാഴണ തുറയറയന അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തോരോല കൂടെ എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണ ആരാണ് ആരാണ് दिल की तमन्ना है प्यार का इरादा है और की वादा है जाना तुमसे दिल की तमन्ना है प्यार का इरादा है और की वादा है जाना तो कभी हम मिले तो समझना देखेगा हमसे प्यार ओ मेरे यार ओ मेरे यार तुमसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानो Yeah.
वाला उलझा है बंद अगर ताल ओ गाय के कान बनारस वाला उलझा है बंद अगर का ताल फिर से ऐसे करे कमाल सीधी हर दे बस ही छोरा കുട്ടനാടൻ മുഞ്ചയിലെ കുട്ടരിതരോ ചുവണ്ണ നുയിലാകരിന്റെ ആരാധയിലോ ഒട്ടു വേണം കൂടൽ വേണം പുറമ വേണം ഒരുത്തി താരാരിത്തിട്ടേ കുട്ടരിതരോ കുട്ടനാടന്റെ കുട്ടരിതരോ ഒട്ടു വേണം കൂടൽ വേണം പുറമ വേണം ഒരുത്തി താരാരിത്തിട്ടേ കുട്ടരിതരോ ഒരുത്തി താരാരിത്തിട്ടേ കുട്ടരിതരോ ഒരുത്തി താരാരിത്തിട്ടേ ദിനമാണ്. ശ്രദ്ധയേറിയ വീക്ഷണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ മായയുടെ കഴിവുകളെ കുറിച്ച് ആരംഭിച്ചോളൂ. മാ എന്ന അക്ഷരത്തിന്റെ മഹാത്മത്തെക്കുറിച്ച് മലയാളികളോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അമ്മ ഉമ്മ അമ്മുമ്മ മായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ അങ്ങനെ മൊത്തത്തിലുണ്ട് മാ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ മായാണ്. മാറാനല്ല മാറ മുതുക മസ്തിഷ്കം മുടി മൂക്കം മുട്ടു മനസ്സ് എല്ലാം തന്നെ മായാണ്. മായയുടെ മഹാത്മത്തെക്കുറിച്ച് മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം മരമില്ലെന്നായ പിന്നെ മഴയില്ലാതായി മാറും മഴയില്ലെന്നായ പിന്നെ മണ്ണിട മോശം മരങ്ങളെ മുറിക്കുന്ന മരം കൊള്ളക്കാരെ കണ്ടാൽ മാനുഷാത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തിയാണ്. മരങ്ങളെ ലാളിക്ക് വേണം മരങ്ങളെ വളർത്തിയാണ്. മരമഹോത്സവത്തെ നാം മറക്ക വേണമെന്നല്ല മാനിക്ക് വേണം. മരമൂട്ടിലിരുന്ന് മനനം ചെയ്തപ്പോഴും മനുഷ്യനാം സിദ്ധാർത്ഥനും മഹാത്മായിട്ട് മാറിയത്. അപ്പൊ മണ്ണും മഴയും മനുഷ്യനും മഹാത്മാക്കളുമുള്ള മാബന്ധം നോക്കി എം എൻ മേനെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നു. അതുപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു എം എ എല്ലേ വയ്യ എല്ലേ മലയാളം. ഇതേപോലെ എത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായിലും മുഖാമുഖം മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാംഗോ മെലൻ മാരേജ് മന്ത് മന്ത്രം മൈൻഡ് മാർക്ക് മെഡിസിൻ. ഇതിന്റെയൊക്കെ മലയാളം നോക്കും. മാൻ മനുഷ്യൻ മജീഷ്യൻ മാന്ത്രിക മാങ്കോ മാങ്ങ മെലൻ മത്തങ്ങ മൈൻഡ് മനസ്സ് മന്ത് മാസം മാർക്ക് മുദ്ര മെഡിസിൻ മരുന്ന്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മൊഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. മലയാള സിനിമയെ കുറിച്ച് പറ. മലയാളം എന്ന് പറഞ്ഞതിന്റെ തുടക്കം കൊണ്ടുവരുമ, സിനിമ എന്ന് പറഞ്ഞതിന്റെ അവസാനം കൊണ്ടുവരുമ, സിനിമയുടെ സംഘടനയെ അമ്മയിലുണ്ട് കെട്ടിപ്പിടിച്ച സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാ താരം. മാധവനായും മധ്യവയസ്കരായും മാതൃക പുരുഷനായും മദ്യപാനിയായും മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞളിൽ വിരിഞ്ഞ മലലോടി മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂന്നുമായുള്ള മമ്മൂട്ടി ഒരുമായുള്ള മോഹൻലാലോട് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന രണ്ട് മെഗാ താരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകാരക്കാരി മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുപാൽ മധുമോഹിനി മാധവൻ മധുപാല മാധുരി മാധവി മന്ദാകിനി മണിരത്ന മനുഷ്യ കുരുള മമത ഉൽക്കർ മനോജ് മഞ്ജു വാര്യർ മേനക മനസ്സരമണി പിള്ളരാജു മീനാമിനി മിമ്മിനി മാള മാമുക്കോയ മോഹൻലാൽ മോഹൻരാജ് മുകേഷ് മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മതിൽ മച്ചാമ്പറ സൂര്യത്തിലേക്കുന്നു മകാര മനോഹരമായ മാക്കാരി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. ധൈര്യം ഉണ്ടെങ്കിൽ മൂന്ന് മതങ്ങളെ പറ്റി പറ. മൂന്ന് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിക സ്ഥാപിച്ച് മാമോദിസ മുഖ്യ മതക്കാരാണ്. മിശികായിക്കാണ് ഏറ്റവും കൂടുതൽ മാബന്ധം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റനേകം മഹാന്മാരുണ്ടെങ്കിലും മിശികായ്ക്കുള്ള മാബന്ധം മറ്റാരെക്കാലും മറികടക്കാൻ വേണ്ടി മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. മകളാമണികളിൽ മാണിക്കമുത്തായ മറിയത്തിന്റെയും മരിയാശ്ശേരി ഔസേപ്പിനെയും മകനായി മാറ്റുതൊഴുത്തിൽ മനുഷ്യാവതാരം എടുക്കുമെന്നുള്ള മംഗളവാർത്ത മാലാക മറിയത്തോടും ഒഴിയുന്ന മകനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായയുടെ മർമായം ആരംഭിക്കുകയായി. ഇനി നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണി പടയാളിയായിട്ട് മുന്നേറുന്നവരാണ് ആയല്ല മുഹമ്മദ് നബി കഴിഞ്ഞ് മുത്തനബി മുസനബി മുത്രസൂല് മൗലബി മുല്ലാക്ക മുക്രി അങ്ങനെ പോകുന്ന മകാര മനോഹരമായ മാക്കാരി. മാപ്പിളപ്പാട്ട് എഴുതിയ മൊയ്തിയും മൗലബി മകാരക്കാരനാണ്. മകാര മനോഹരമായ മെക്കയും മദീനയും മായുടെ മലർക്കാവിൽ മുട്ടിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ മായാണ്. മലപ്പുറം മഞ്ചേരി മട്ടാഞ്ചേരി മഞ്ചേശ്വരം മാഹി മൂവാറ്റുപുഴ. മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങളെല്ലാം തന്നെ മായാണ്. മണിയറ മണിമര മുഹബത്ത് മുസീബത്ത് മഹർ മക്ക മയ്യിലി മോസ്ക് മദ്രസ മജ്ലിസ് മർക്കസ് മഗ്രീബ് എല്ലാം തന്നെ മായാണ്. ഇനി നമുക്ക് മുഖ്യമതമായ ഹൈദ മതത്തിലേക്ക് ഒന്ന് മലക്കം അറിയാമെന്ന് പറഞ്ഞാലുണ്ട് രണ്ടുമാ. ഇവൻ ഏകദേശം മായയെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന ആരാണ്? ആയല്ല മഹാവിഷ്ണു കഴിഞ്ഞ മഹാലക്ഷ്മി മഹേശ്വരൻ മഹേശ്വരി മുക്കണ്ണൻ മുസ്ലാധരൻ മാരിക്കാർവർണ്ണൻ മഴമേഘവർണ്ണൻ മംഗളാദേവി മധുരമീനാക്ഷി മുകുന്ദൻ മാധവൻ മുരാരി മാരുതി മാന്ത്രി മുത്തപ്പം മുതൽ മാവേലി വരെ എത്തിയിരിക്കുന്ന മകാര മനോഹരമായ മലയാള ഹൈന്ദവ നാമങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മുഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. ചുണയുണ്ടെങ്കിലും ആ പ്രസിദ്ധീകരണങ്ങളെ പറ്റി പറ. 4 മായുള്ള മാമൻ മാപ്പിളയാണ്. 3 മായുള്ള മലയാള മനോരമ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. 1 മായുള്ള കേശവ മേനോനാണ് മാതൃഭൂമി എന്ന പത്രത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ 2 മാപ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല മലയാള നാട്ടിൽ മിന്നിത്തിളങ്ങുന്നത് മറുനാട് മലനാട് മാമലനാട് മലയാള നാട് മലയോര ദേശം മലബാർ ദേശം മറുനാടൻ മലയാളി മംഗളം മനോരമ മാതൃഭൂമി മാതൃരാജ്യം മംഗളാരത്നം മാമ്പഴം മാമാങ്കം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും മായ നക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മൊഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. കണ്ടിട്ടുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും ആ സിനിമകളാണ്. ഇവനെ പോലെ ഏ സിനിമകളല്ല. ഞാൻ കണ്ടിട്ടുള്ള ആ സിനിമകൾ പറയാം. മുതലാളി മായാവി മുടിനായ പുത്ര മാനേശ്വരി വിശ്വാമിത്ര മനുഷ്യൻ മനോങ്ങൾ മറ്റൊരു കരണൻ മുരുടൻ മാർത്താണ്ഡർമ്മ മലമുകള ദീപം മംഗലം വീട്ടിൽ മാനശീശ്വരുത്തം മഹാനഗരത്തിൽ
ഗുരുവായൂർ നൃത്തം, മേലേപ്പരമ്പലാൻ വീട്ടിൽ മഴയെത്തുമ്പോൾ ഇതിന് മണ്ണിന്റെ മുകളിൽ മണിമാണിക മണി എന്ന് പറയും 3 മാസങ്ങൾക്ക് മുമ്പ് മതനോത്സവം, മത്സരങ്ങൾ, മഴവിൽക്കാവടി, മഴവിൽ കൂടാനും, മാൻ ഓഫ് ദി മാച്ച്, മുക്കിലത്ത്, മുറുമുക്കൻ രാജാവ്, മുദ്രമുദ്രം, മാൻപട മടപാടി, മൂടുപട മണിയറ, മാമംഗം, മാനവധർമ്മം, മാന്യമഹാജനങ്ങളെ മാതൃമയ്ക്ക് വേണ്ടി മഴിയർ മുറിച്ച് മണിച്ചപ്പുറന്നപ്പോൾ മിസ്ബാമിലും അമലക്കപ്പുറത്ത് മഴ പെയ്യുന്നു, മതലം കൊട്ടുന്നു, മന്ത്രമാളികയിലെ മനസ്സമ്മതം, മാസ്മരം, മൂർഖൻ, മിമിക്സ് പരടങ്ങനെ മഹാസമുദ്രമായി കിടക്കുന്നു മലയാള സിനിമ. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടെ മായാണ്. മത്സ്യം, മാംസം, മീൻ, മുട്ട, മലക്കറി എല്ലാം തന്നെ മായാണ്. കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ മായില്ലെങ്കിലും മലയാളികൾ വിഷമിക്കരുത്. മായം കലർന്ന ആഹാര പദാർത്ഥമാണ് നമ്മൾ ഡെയിലി വെട്ടിവലിച്ച് വാരി വലിച്ച് 3 നേരം തിന്നും. സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലുണ്ട് 2 മാ. നമുക്ക് മതിയാക്കാമെന്ന് പറഞ്ഞതിന്റെ തുടക്കമുണ്ട്. സമയമില്ല, സമയത്തിന്റെ ഇടയിലുണ്ട് 1 മാ. മടുത്തു എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടിംഗ് കഷ്ടമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ എന്റെ ദൈവമേ എന്ന് പറഞ്ഞതിന്റെ അവസാനമുണ്ട്. എന്റെ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര സമാധാനത്തിന്റെ ഇടയിലുണ്ട് 1 മാ. മതിയായി എന്ന് പറഞ്ഞതിന്റെ തുടക്കം. ചേട്ടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞതിലുണ്ട് വലിയ മലബാർ വിഷന്റെ മലബാറിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞതിലുണ്ട് മാഷെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനം. ചേട്ടാ മൈക്കോഫി ഞാൻ പറഞ്ഞുകൊണ്ട് വലിയ മുട്ടുകാലി കയറ്റാൻ പറഞ്ഞതിലുണ്ട് പൈശാചികമായി. ഇവൻ പറഞ്ഞതിലുണ്ടൊരു മുഴുത്തമാ. മാപ്പെന്ന് പറഞ്ഞതിലുണ്ട് വലിയ മാ. ഇവൻ കരയുന്നത് വരെ മകാര ശബ്ദത്തിലാണ്. അതിൽ മാ ലയിച്ചു കിടക്കുകയാണ്. 56 അക്ഷരങ്ങളിൽ ഏറ്റവും മഹത്തായ അക്ഷരമാണ് മലയാളികളായ മക്കളെ മാ. ഇനി നിനക്ക് എന്തെങ്കിലും ഒഴിയാനുണ്ടോ? അതിലില്ല മാ. சிக்கி முக்கி நெருப்பே இதமா ஒத்தட கொடுப்பே மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பே தினமும் ஒன்ன நினைச்சு உடம்பு குச்சி நினைச்சு கனவில் எட்டி எட்டி பார்த்தேன் அதனால் புடிச்சேன் நெருப்பே சிக்கி முக்கி நெருப்பே இதமா பொட்டல் கொடுப்பே மெதுவா சொக்கி சொக்கி மயக்கி மடியில் படுப்பே ஒன்ன நினைச்சேன் உடம்பு குச்சி கிடச்சேன் கனவில் எட்டி எட்டி பார்த்தேன் அதனால் பொழைச்சேன்
അടിതടകൾ പഠിച്ചവനല്ല വീരനുമല്ല കൊടുമുടികൾ കടന്നവനല്ല കേമനുമല്ല പാടുന്ന വേലയ്ക്ക് പോകുന്ന തലനി ചോറുന്ന കൂരക്ക് നേരിന്റെ കുടനി ജന്മത്തിനുത്തരം നീ എങ്ങോ മാഞ്ഞു പോയ തലവറ നീ. Come on, sing everybody. തല. One more. Everybody. തല. Come on, sing. One more. Come on, clap! Everybody!
കാലം പൊറുതി മുറുകെ കുത്തഴിയും നാളുകളെ കൊട്ടിയടക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് സിലും താളത്തിൽ പതഞ്ഞു കൊന്ന പറഞ്ഞൊരു തീരത്തെ പറഞ്ഞിടങ്ങ പറക്കുമി ലോകത്തെ വിലക്കെടുക്ക ഇറക്കുക പൊറുകിട മിനുങ്ങിട ഇന്നലെ நம்பியிருங்களே நாளை நமதே இந்த நாளும் நமதே தர்மமுலகிலே இருக்கும் வரையிலே நாளை நமதே இந்த நாளும் நமதே. தாய் வழி வந்த அங்கங்கள் எல்லாம் ஓர் வழி நின்று நேர் வழி சென்றால் நாளை நமதே ஆறுங்கள் இன்னும் கோடைகள் மலரும் ஆய்கனியா நமக்கென வளர்த்து நாளை நமதே நாளை நமதே இந்த நாளும் நமதே நாளை நமதே இந்த நாளும் நமதே मस्ती भरी रात है सारी गुड़ियों का भी साथ है छीने खोले ले मसाला होना है हाथ का तो सारे मसे ऐसे करोगे रहोगे से ऐसे करोगे जिंदगी का सारा मसे ऐसे करोगे सटना 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 അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണ ആരാണ് ആരാണ് ഞാനല്ല പാരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയെന്ന് അങ്ങേ കടലില് പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ അന്തിക്കടപ്പുറത്തോരോലക്കൂട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണ ആരാണ് ആരാണ് दिल की तमन्ना है प्यार का इरादा है और की वादा है जान